ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ പോർട്ടുഗൽ വേഴ്സസ് ആർസണൽ ഗെയിം കഴിഞ്ഞു. ഞാൻ ലൈവ് പോയിരുന്നു. അപ്പം ലൈവ് സെക്ഷൻ കളിയൊക്കെ കഴിഞ്ഞ് ആർസണൽ ജയിച്ചു 2-0. എസയുടെ വകയും സബ്ബായിട്ട് കയറി വന്ന ട്രൊസാൻഡോ വകയും ഗോള്. ലൈവ് സെഷൻ തീരാറായപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കമൻറ്റ് വന്നിരുന്നു, സബ്സ്ക്രൈബറിൻ്റെ വക ഒരു കമൻറ്റ് വന്നിരുന്നു. അതായത് ഒരു അവാർഡ് പടം കണ്ട ഫീലെന്ന്. കറക്റ്റ് അതിനെ അങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം, അല്ലാതെ വേറൊന്നും പറയാനില്ല. ശരിക്കൊരു അവാർഡ് പടം കണ്ട ഒരു ഫീലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ഗെയിമിലോട്ട് വരുമ്പോൾ ഞാൻ ഒരു റിയാക്ഷൻ, ഒരു ഡോമിനേഷൻ ഒക്കെ പ്രതീക്ഷയാണ് ഞാൻ ഈ കളി കാണാൻ ഇരുന്നത്. ലൈനപ്പ് അത്ര ബോറൊന്നും അല്ലായിരുന്നു. കാരണം വെന്യേറി ഉണ്ടായിരുന്നു, നോർഗാഡ് ഉണ്ടായിരുന്നു. ഓക്കെ, മെറീനോനെ പിന്നെ കളിപ്പിച്ചു. ബട്ട് ഫ്രണ്ട് ത്രീ നോക്കുമ്പോൾ എസെ, മാർട്ടിനെലി, സാക്ക ഇങ്ങനെയാണ് ഫ്രണ്ട് ത്രീ ഇറക്കിയത്. പക്ഷെ മാർട്ടിനെലി സെൻട്രൽ റൈറ്റിലൊന്നുമല്ല കളിച്ച. മാർട്ടിനെലി കളി തുടങ്ങിയപ്പോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു. മെറീനോ ഏതാണ്ട് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കുന്ന പോലെ, മെറീനോടെ തൊട്ട് പുറകിൽ എസെ കളിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു കളി. ഐ ഡോണ്ട് നോ വാട്ട് വാസ് ഗോയിങ് ഓൺ. എന്തൊക്കെയാണ് ഇന്നത്തെ കളിയിൽ സംഭവിച്ചതെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല. എന്തായാലും ഫസ്റ്റ് 15 minutes നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ഹൈ പ്രസ് ഉണ്ടായിരുന്നു. ആ ഹൈ പ്രസ്സിൽ നിന്ന് തന്നെ 8ാമത്തെ മിനിറ്റിൽ തന്നെ എസയുടെ വക ഒരു ക്ലീൻ ഗോൾ, നൈസ് ഗോൾ, എസയുടെ വക ഒരു ഗോൾ. അപ്പോൾ ആ ഗോൾ കയറിയപ്പോൾ തന്നെ ഒരു 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 സന്തോഷം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കൊരു ടോട്ടൽ ഡോമിനേഷൻ കാണാം, 3-4 goals എന്നൊക്കെ ഒരു ഡോമിനേഷൻ കാണാമെന്ന് കരുതിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് പിന്നെ ഇതൊക്കെ തന്നെ പൊസഷനുണ്ട്. നമ്മുടെ അർട്ടറ്റയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ ഡോമിനേഷൻ ഉണ്ടായിരുന്നു. ബട്ട് സീറോ ക്രിയേറ്റിവിറ്റി. അതുകൊണ്ട് ഒരു ഗോള് ഫസ്റ്റ് ഹാഫിൽ പിന്നെ വന്നില്ല. സെക്കൻഡ് ഹാഫിലും സ്ഥിതി ഒന്നും മാറിയില്ല. കുറേ സബ് പിന്നെ ചെയ്യുന്നു, സാക്കനെ മാറ്റുന്നു, മാക്സ് ഡോമൻ കയറി വരുന്നു, റൈസ് വരുന്നു, ട്രൊസാഡ് വരുന്നു, അങ്ങനെ ഒരു ലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഗാബ്രിയേൽ വരുന്നു, ഒരു ലോഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം സലീബയുടെ വക ഒരു ലോങ് ബോള് ട്രൊസാഡ് അത് നല്ല രീതിയിൽ ടേക്ക് ഡൗൺ ചെയ്യുന്നു, ഷൂട്ട് അടിക്കുന്നു, ഗോൾ. അടുത്ത കളി ന്യൂ കാസലുമായിട്ട്. പോരാ, ഇതൊന്നും പോരാ. നിങ്ങൾ ബാക്കിയുള്ള ടീംസിനെ നോക്കിയാൽ ടോട്ടനാം ഏതാണ്ട് 3-4 ഗോൾ അടിച്ച്, മാൻ സിറ്റി 2-3 ഗോൾ അടിച്ച്. സോ ഇങ്ങനെയാണ് ബാക്കിയുള്ള ടോപ്പ് ടീംസ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ പെർഫോമൻസ് വരേക്കും ഡോമിനേറ്റിംഗ് പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെ ഈ പോർട്ടുഗലുമായിട്ടുള്ള നോ ഡിസ്റെസ്പെക്ട് ടു പോർട്ടുഗൽ ടീമിനോട്, നോ ഡിസ്റെസ്പെക്ട്. പക്ഷെ അവർ ലീഗ് 2 കളിക്കുന്ന ടീമാണ്. അപ്പം നമ്മളൊരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം ഇങ്ങനെയാണോ കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ പറയാം, ഒരിക്കലുമല്ല. ചുമ്മാ പൊസഷൻ വെച്ചിട്ട് ഡോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. വി നീഡ് ടു സീ ആക്ച്വൽ ഡോമിനേഷൻ. ഹൗ മെനി ഷോട്ട്സ് ഓൺ ടാർഗറ്റ്, ഹൗ മെനി ഗോൾസ്, ആ വക സാധനങ്ങളൊക്കെ വേണം. കോർണർ പോലും ശരിക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ വന്ന്. എന്ത് കുഴപ്പമാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, എവിടെയാണ് പ്രശ്നമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഐ എം നോട്ട് എ ഫുട്ബോൾ അനലിസ്റ്റ്, ഐ എം ജസ്റ്റ് എ ഫാൻ. ഞാൻ ഒരു ഫാനാണ്, ആർസണൽ ഫാനാണ്. സോ എനിക്ക് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ കോമൺ സെൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റും, ഈ മെറീനോയോടുള്ള സ്നേഹം ഇച്ചിരി കുറയ്ക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എനിക്ക് ടോപ്പ് ഓഫ് ദ ഹെഡ് എനിക്ക് പറയാൻ പറ്റുന്നത്. യൂസ് മോർ അവിടെ പണ്ട് യൂസ് ചെയ്ത പോലെ യൂസ് ചെയ്യ്. ഡെക്ലാൻ റൈസ്, നമ്മുടെ സുബമെൻഡി, ഓക്കെ, ഒരു ക്രിയേറ്റീവ് പ്ലെയറിനെ ഇട്. 2 ഡിഫൻസീവ്, ഒരു ക്രിയേറ്റീവ് പ്ലെയറിനെ ഇട്. ഓഡഗാർഡ് ഉണ്ട്, മറ്റേ ഈതൻ വെന്യേറി ഉണ്ട്, ഇങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ ഇട്. ഈ എസേനെ വേണേ ഇട്. ഡോണ്ട് ബി ടു ഡിഫെൻസീവ്. ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ആൻഡ് എൻകറേജ് ഉള്ള പ്ലേയേഴ്സിനെ എൻകറേജ്. മിഡ്ഫീൽഡിൽ നിന്നുള്ള ട്രാൻസിഷൻ ടു എന്താ പറയുന്നത്, ഇന്ന് മാക്സ് ഡോമൻ ഗ്യോക്കറൈസിന് ഒരു പാസ് കൊടുത്തു. വാട്ട് എ സർവീസ്, വാട്ട് എ ബോൾ. അങ്ങനെ ഒരു ത്രൂ ബോള് നമ്മുടെ ഗ്യോക്കറൈസ് ഒരു ഗോൾ അടിച്ചല്ലോ. ആ ഗോളിനല്ലാതെ ഫസ്റ്റ് ഗോൾ അടിച്ച ഗ്യോക്കറൈസിൻ്റെ
ആ ഗോളല്ല, അത് ആ പെനാൽറ്റി അല്ല, സെക്കൻഡ് ഗോൾ. ആ ഗോളിന് ലെഫ്റ്റ് വിങ് ചാനലിൽ ഒരു ബോൾ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് ഇത്രയും മനോഹരമായ ഒരു ബോൾ ഗ്യോക്കറേസിന് കിട്ടുന്ന മാക്സ് ഡോമനിൽ നിന്നാണ്. അപ്പം ഒരു 15 വയസ്സുകാരൻ വന്നാലേ ഗ്യോക്കറേസിന് പോലുള്ള ഒരു പ്ലെയറിന് സർവീസിന് കിട്ടാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണോ ഇപ്പോൾ ആസാം വന്ന് നിൽക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. സോ എഗെയിൻ എൻ്റെ കോമൺ സെൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റുന്നത്, പ്ലേയേഴ്സിനെ എൻകറേജ് ചെയ്യണം ഇങ്ങനെ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആവാനും. എല്ലാവർക്കും ക്വാളിറ്റി ഉണ്ട്. ഈ പറയുന്ന ഓടഗാർഡിന് ക്വാളിറ്റി ഉണ്ട്, വന്യേറിക്ക് ക്വാളിറ്റി ഉണ്ട്. ഇവരെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കണം. ഈവൻ സുബമെൻഡി ആയാലും ശരി, റൈസ് ആയാലും ശരി, കുറച്ചുകൂടെ ഇങ്ങനത്തെ റിസ്കി പാസസ് എടുക്കാൻ പറയണം. ഇങ്ങനെ പൊസഷൻ വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കാര്യം? ദാറ്റ് പൊസഷൻ നീഡ്സ് ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു സംതിങ്. ഇന്ന് നമ്മൾ ജയിച്ചു, എന്തെങ്കിലും സന്തോഷമുണ്ടോ? ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? ഒരു സന്തോഷമില്ല, സീരിയസ്ലി. എനിവേ, അടുത്ത കളിയുടെ പ്രിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് സോ മച്ച്. ലൈവിൽ പാതിരാത്രി വെളുപ്പാങ്കാലത്ത് വന്ന് ലൈവിന് വന്നിരുന്ന എല്ലാവരോടും, ഈ ചെറിയ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അടുത്തത് നമ്മൾ ന്യൂ കാസിലിൻ്റെ പ്രിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. Good night, good morning. Have a nice day.